ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ ഫ്രോക്ക് നൈറ്റി നല്ല എളുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് തയ്ച്ചെടുത്താലോ. ഫ്രോക്ക് നൈറ്റി തയ്ക്കാനായിട്ട് ഞാനിവിടെ 3 നൈറ്റി തുണി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് കാണിക്കാൻ പോണത്. അപ്പോൾ ബാക്കി രണ്ടും കൂടി നമ്മൾ തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അവസാനം അത് തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി തയ്ക്കാനായിട്ടേ നമുക്ക് ഇതിൻ്റെ സെയിം ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ചുരിദാറോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചുരിദാർ നൈറ്റിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഈ ഒരു നൈറ്റി നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് തയ്ക്കാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നൈറ്റി മെറ്റീരിയലിനെ ഞാനിവിടെ 4ആക്കി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ 4 പീസ് വരുന്നുണ്ടാവേ. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മടക്ക് വരുന്ന വശമായിരിക്കും കേട്ടോ. അപ്പോൾ 2 പീസാണ് ആ ഭാഗത്ത് വരാം. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന അളവ് ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മടക്കി വെച്ചതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒപ്പം കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മേൽവശത്ത് ഞാനിനി കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. കഴുത്തിന് വീതിയുടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറും 3 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് കൈക്കുഴി വേറെ അളവെടുത്ത് മാർക്ക് ചെയ്യാതെ സിമ്പിളായിട്ടും മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു കൈയിൻ്റെ അളവ് ചുരിദാറോ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ മറച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുകൂടെ കറക്റ്റായിട്ട് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ വീതിയും അതുപോലെ തന്നെ ഷോൾഡറും മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ 6 ഇഞ്ച്, ആ ഒരു 6 ഇഞ്ച് നേരെ താഴോട്ടാണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോണത്. താഴ്ഭാഗത്തേക്ക് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇതേപോലെ വരച്ചിട്ട് നമുക്കതിനൊരു സ്ക്വയർ ഷേപ്പ് ആക്കാം കേട്ടോ. പിന്നെ ആ ഒരു മൂലവശത്ത് നിന്നിട്ട് നമ്മൾ അത്യാവശ്യം വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുക്കാറ്. അപ്പം ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴോട്ട് ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ നമ്മൾ തയ്പ്പ് പോയിട്ടുള്ള ആ ഒരു വണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് കേട്ടോ അതിൽ തയ്പ്പ് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വണ്ണം. ആ ഒരു വണ്ണം ദേ ഇവിടെ നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തേക്ക് നമുക്കിനി കട്ട് ചെയ്യാനായിട്ട് കുറച്ച് തുണി നീക്കിയിട്ടിട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കൈക്കുഴി നല്ല ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നേക്കാൻ മുപ്പാടെ നമ്മുടെ മേൽഭാഗത്ത് നിന്നിട്ട് ഒരു 1/2 ഇഞ്ചോളം ഇറക്കി വെക്കുക കേട്ടോ. നമുക്കതൊരു തയ്യൽ തുമ്പ് പോകാനുള്ള ഭാഗമാണ്. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു അളവിൻ്റെ പകുതി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈപ്പിനെ ഇതേപോലെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രഞ്ച് കർവിനെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് കൂടെ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലേ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യുള്ളൂ. ബാക്ക് വശത്തേക്ക് സാധാരണ ആ ഒരു ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രമാണ് കട്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വീട്ടിലുള്ള നൈറ്റി ആയ കാരണം ഉള്ളിലോട്ട് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ചുളിവില്ലാതെ നല്ല ചുരിദാർ ബ്ലൗസൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുന്ന പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉൾഭാഗത്തേക്കും കൂടി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗം കൂടി ഞാനൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോക്ക് നൈറ്റിയുടെ മേൽവശത്തെ ഇറക്കാണ് കേട്ടോ നമ്മളിവിടെ 39 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ഞെറിവ് വന്ന് നിൽക്കില്ലേ, ആ ഒരു ഭാഗം വരെയുള്ള ഇറക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 36 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തത് നോക്കണ്ട കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടി ഇറക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇറക്കിയിട്ട് മാർക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾ 39 ഇഞ്ചാണ് കേട്ടോ മൊത്തം മേൽഭാഗത്തെ ഇറക്ക് വരുന്നത്. അപ്പം നമുക്കൊരു 36, 37, 38ഒക്കെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഉയരത്തിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. 39 ഇഞ്ച് ഇറക്ക് മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ആ ഒരു താഴ്ഭാഗത്തേക്കുള്ള തുണിന്ന് വേണമെന്നുണ്ടെങ്കിലേ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് വള്ളി വെക്കണമല്ലോ. അപ്പോൾ ആ മേൽഭാഗത്ത് നിന്നിട്ട് നമുക്ക് ചെറിയൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ഭാഗത്തെ തുണിയിൽ നിന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ചിലപ്പോൾ ചെറുതായിട്ട് ഏപ്പൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇല്ലാതെ നല്ല വൃത്തിയിലുള്ള വള്ളി തയ്ച്ചെടുക്കാനായിട്ട് ഈ ഒരു തുണിയുടെ മേൽഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇനി പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു തുണീനെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോഴാണ് നമുക്ക് കുറച്ച് അധികം പീസും കിട്ടും. അത് ഞെറിവ് നന്നായി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് തയ്ച്ചാലാണേ കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഞെറിവ് മാത്രമേ താഴ്ഭാഗത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ നൈറ്റി തയ്ച്ച് വരുമ്പോൾ. പക്ഷെ കുറച്ചധികം ഞെറിവ് താഴെ ഉണ്ടെങ്കിലാണെങ്കിൽ നമ്മുടെ നൈറ്റി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴ്ഭാഗം ഞെറിവിടാനുള്ള തുണിയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നമുക്ക് കൈയും കൂടി കട്ട് ചെയ്യാനുണ്ട്. കൈ കട്ട് ചെയ്യാനായിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ നമ്മുടെ ആ ഒരു ഷേപ്പൊക്കെ വരച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു തുണിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ കൈ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ കൈ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അളവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ നൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ നൈറ്റിയുടെ കൈ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ അതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും അതിൻ്റെ കൈ കറക്റ്റായിട്ട് കിട്ടാനായിട്ടേ അളവ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ നമുക്ക് കൈ കട്ട് ചെയ്ത് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്യുക. അതിന് ശേഷം കൈക്കുഴിയുടെ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉൾഭാഗത്ത് ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇഞ്ചിൽ വരച്ച ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വേറെയാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതേ രീതിയിൽ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രോക്ക് നൈറ്റിയുടെ കംപ്ലീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള ചെറിയ പീസ് തുണി വരെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വല്ല ക്രോസ് പീസിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കഴുത്ത് തയ്ക്കാനായിട്ട് ഞാൻ ക്യാൻവാസിലാണ് കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കഴുത്തിൽ ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെയുള്ള ഇതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കഴുത്തിൻ്റെ സൈഡിൽ തയ്ക്കാനാണ്. ഇനി നമുക്ക് ബാക്ക് കഴുത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് കഴുത്ത് നമ്മൾ 3 ഇഞ്ചാണല്ലോ എടുത്തത്, അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ടേ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ കുറച്ച് കഴുത്ത് കൂടിപ്പോവും. അപ്പോൾ അത് കൂടാതിരിക്കാനായിട്ട് ഇപ്പം നമ്മൾ 2.5 എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ചെറിയൊരളവ് കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 3 ഇഞ്ച് എടുത്തിട്ടില്ല കേട്ടോ. അതിനേക്കാളും കുറച്ച് കുറവാക്കി എടുത്തിട്ട് ഇറക്കം നമുക്ക് എന്തോരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് ഇതേപോലെ ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് എടുത്ത് ഞാൻ ഇതുപോലെ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്ത് തയ്ക്കാനായിട്ടേ നമ്മുടെ ആ ഇതിൻ്റെ നല്ല വശം എടുക്കാം കേട്ടോ. നൈറ്റിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് ആദ്യം തയ്ക്കേണ്ടത്. ക്രോസ് പീസിൻ്റെ ചീത്തവശം ഇതുപോലെ നൈറ്റിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒരു തവണ നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നീട് ഉള്ളിലോട്ട് മറച്ച് വെച്ച് തയ്ച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കഴുത്ത്. തയ്ക്കേണ്ടത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷോൾഡർ കൂട്ടുമ്പോഴാണ് കേട്ടോ ബാക്കിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് വെച്ച് തയ്ക്കാൻ പോണത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ താഴത്തെ ഞെറിവിടാനായിട്ട് എടുത്ത തുണി ഉണ്ടല്ലോ, അതിൽ നിന്നിട്ടാണ് കേട്ടോ ചെറിയ നല്ലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ക്യാൻവാസിൽ കഴുത്ത് തയ്ച്ചിട്ട് ബാക്ക് വശത്ത് നിന്ന് തയ്ച്ച് ഫ്രണ്ടിലേക്ക് മറയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കഴുത്തിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പുള്ളിത്തുണി ആയ കാരണമാണ് കേട്ടോ ഇത് നമ്മൾ തയ്ച്ചത് അധികം എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണെങ്കിൽ ഇപ്പം നമ്മൾ തയ്ച്ചതുണ്ടല്ലോ കുറച്ചും കൂടി എടുത്ത് നിൽക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും തമ്മിൽ കൂട്ടി തയ്ക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ബാക്ക് കഴുത്ത് ഉണ്ടല്ലോ നമുക്ക് ഉള്ളിലേക്ക് മറയ്ക്കാനുള്ള ഭാഗം, ആ ഒരു ഭാഗം ഇതുപോലെ കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് കറക്റ്റ് 2 ഷോൾഡറും തമ്മിൽ കൂട്ടിയെടുക്കാം കേട്ടോ. കൂട്ടിയെടുത്തതിൻ്റെ ശേഷം ഒരു ബാക്ക് കഴുത്തിൻ്റെ ഉള്ളിലേക്ക് മറയ്ക്കാനുള്ള ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോൾഡർ ഭാഗത്ത് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒപ്പം പിടിച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ തെറ്റുഭാഗം ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ നമുക്ക് ഷോൾഡർ ഭാഗത്ത് കൈ വെച്ച് തയ്ക്കാം കേട്ടോ. കൈ കൂട്ടി തയ്ച്ചതിൻ്റെ ശേഷം നമുക്കത് കൈയിൻ്റെ തുമ്പ് എത്ര അളവിലാണോ കൈത്തുമ്പിൻ്റെ വണ്ണം വേണ്ടതെന്നുണ്ടെങ്കിൽ
ആ ഒരു ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴത്തോട്ടുള്ള അളവും നമുക്ക് നൈറ്റിയിൽ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ മാർക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കിതിൽ ഫ്രോക്ക് നൈറ്റി ആയ കാരണം വള്ളി തയ്ച്ച് വെക്കാനുണ്ട്. അപ്പോൾ വള്ളി നമ്മൾ വെട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വള്ളി തയ്ക്കാൻ അത്യാവശ്യം എല്ലാവർക്കും അറിയണ കാരണമാണ് അത് കാണിക്കാഞ്ഞത്. അപ്പോൾ വള്ളി വെക്കേണ്ട ഭാഗം കറക്റ്റ് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് വള്ളിയിലൊരു തെറ്റുണ്ടല്ലോ, നമ്മളത് ഇതുപോലെ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു തയ്പ്പ് പോണ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കി വള്ളിയുടെ ഭാഗം ഇതിൽ പെടാതെ ഉള്ളിലോട്ട് നീക്കിയിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഇതേ രീതിയിൽ തന്നെ താഴ്ഭാഗം വരെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കാണിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേൽഭാഗത്തെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റിയുടെ. ഇനി താഴ്വശത്ത് നമുക്ക് ഞെറിവിട്ട് കൊടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞെറിവിട്ട് കൊടുക്കാനായിട്ട് എല്ലാ പീസും ഇതുപോലെ വേറെ വേറെ ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ അതെല്ലാതും കൂട്ടി തയ്ച്ച് നല്ല നീളത്തിലുള്ള ഒരു പീസാക്കി എടുക്കാം കേട്ടോ. ഫ്രോക്ക് നൈറ്റി ചെയ്യുമ്പോൾ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ തുണി കൂടുതൽ കിട്ടുന്ന തരത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എല്ലാ പീസുകളും തമ്മിൽ നമ്മൾ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു നൈറ്റിയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഞെറിവിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞെറിവിടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിയുടെ നമ്മൾ മൊത്തം തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലെ ഏറ്റവും താഴ്ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് വിടിപ്പിച്ചിടാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചപ്പോൾ ഒന്ന് ചെറുതായി കെട്ടിട്ട് കൊടുത്തു പോയിട്ടോ. അപ്പോൾ ആ ഒരു കെട്ടിനെ ഞാൻ വിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തയ്ക്കുമ്പോൾ ഒരു സൈഡിൽ കെട്ടിടാണ്ട് നോക്കിക്കോട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ അഴിക്കേണ്ടി വരും. അപ്പോൾ കെട്ട് വീണിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം അഴിച്ചെടുത്താലേ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചു തുടങ്ങി ആ ഒരു ഭാഗത്ത് തന്നെ ഞെറിവിട്ട് അവസാനിക്കും. പിന്നെ ആ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് കൂട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം കേട്ടോ, വിടിപ്പിച്ച ഭാഗം കണ്ടില്ലേ, അതിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ഈ ഒരു ഞെറിവിടാനുള്ള തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വെക്കാം കേട്ടോ. അതിന് ശേഷം ഈ നമ്മുടെ ഞെറിവിടുന്ന തുണി ഉണ്ടല്ലോ അതിൽ ചെറുതായിട്ട് നമ്മൾ ഞെറിവിട്ടിട്ട് നേരെ തയ്ച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. ഏത് ഡ്രസ്സിലായാലും നമ്മളിതുപോലെയുള്ള ഞെറികൾ ഇടുമ്പോഴേ കൈ വെച്ചിട്ട് നേരിട്ട് ഞെറിവ് പിടിക്കണേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള തോന്നിയിട്ടുള്ളതേ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഞെറിവ് പിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. താഴ്ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഞെറിവിട്ട് കഴിഞ്ഞാലേ നമുക്കതിനെ ഇതേപോലെ നിർത്തി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഞെറിവ് വന്നിട്ടുള്ള ഭാഗത്തിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ, ആ ഒരു മേൽവശത്തേക്ക് നമ്മുടെ ബാക്കിലെ തുണി ഉണ്ടല്ലോ, തുണീനെ മൊത്തത്തിൽ പിടിച്ച് കൊടുത്തിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വിടിയിപ്പിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് തയ്ച്ച് പോരാട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിലേ നമ്മുടെ ആ ഒരു താഴ്ഭാഗം കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാനാണ് ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പതിച്ച് തയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കാം. താഴ്വശം കൂടി നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണീനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒപ്പം പിടിച്ചതിന് ശേഷം നമുക്ക് തയ്പ്പ് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റിയുടെ സൈഡ് ഭാഗത്ത് തുണി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വെട്ടി കറക്റ്റാക്കാം കേട്ടോ. നമ്മുടെ നൈറ്റിയുടെ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് തുണി കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി കറക്റ്റാക്കിയിട്ട് ആ ഒരു നൂലൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡ് ഭാഗത്ത് ഇതുപോലെ വെട്ടിട്ട് കൊടുത്താലേ നമ്മുടെ നൈറ്റി ഉണ്ടല്ലോ അപ്പോൾ കാണുമ്പോൾ നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കണത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ പോലെ തന്നെ നമ്മൾ വേറെ തുണി ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കാണുന്നുണ്ട്.
ഒട്ടും തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഫ്രോക്ക് നൈറ്റി നല്ല ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റി. സാധാരണ നൈറ്റീനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ലുക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നൈറ്റി തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണേ.